Hello guys, welcome to my YouTube channel Meenu's Crazy World. It's me, the Crazy Meenu. So, ഇവിടെ ഒരാൾ വരാനുണ്ട്. അമ്മ വരൂ വരൂ. ഇതാണ് നമ്മളുടെ ചീഫ് ഗസ്റ്റ് ഓഫ് ദിസ് വീഡിയോ. അല്ലേ? യെസ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്? എന്താ അറിയില്ല, ഞാൻ പറഞ്ഞു തന്നതല്ലേ. എസ് ഓർ നോ ചാലഞ്ച്. ഫസ്റ്റ് ചാലഞ്ച് വീഡിയോ അല്ലേ? ആദ്യം അമ്മ ഒന്ന് എടുക്കൂ. ഇതിൽ നമ്മൾ എസ് ഓർ നോ എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് തിരിഞ്ഞ കാണുന്നത് അത് ക്യാമറ ആയതുകൊണ്ടാണ്. ഫ്രണ്ട് ക്യാമറ. അതെ, യെസ്. സോ എസ് ഓർ നോ എന്ന് രണ്ട് ഭാഗത്തും ഒന്ന് എസ് എന്ന് എഴുതിയിട്ട് മറ്റൊന്ന് നോ എന്ന് എഴുതിയിട്ടില്ല. സോ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ഇവിടെ എഴുതുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്തേനു? ആരെങ്കിലും നിങ്ങളെ ഇല്ലാത്തത് പറഞ്ഞാൽ സങ്കടം വരുമോ? ഷുവർ. എനിക്ക് ഡിപ്പെൻസ് ഓൺ ദ മാറ്റർ. ഇങ്ങനെ കേട്ടോ, ഡിപ്പെൻസ് ഓൺ ദ മാറ്റർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ മാറ്റർ. അമ്മയ്ക്ക് പ്രശ്നം വരും. ഓക്കെ, നെക്സ്റ്റ്. മോർ ദാൻ 2 days കുളിക്കാതെ ഇരുന്നിട്ടുണ്ടോ? ഞാൻ ഇരിക്കാറില്ല, കുളിക്കാറേ ഇല്ല. ഞാൻ കുളിക്കാതെ ഇരുന്നിട്ടുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് തല കുളിക്കില്ലെങ്കിൽ പിന്നെ കുളിക്കാറേ ഇല്ല. ഇന്ന് കുളിച്ചു, ഞാൻ ഉണ്ടാഴ്ച കുളിച്ചു. അതെ. അമ്മ ദേഷ്യക്കാരിയാണോ? യെസ്, എനിക്ക് വേഗം ദേഷ്യം വരും. ഈസ് മീനൂസ് ദ ലേസിയസ്റ്റ് വൺ അറ്റ് ഹോം? ഞാനാണ് ഏറ്റവും മടിച്ച്. നീ മടിച്ചാണ്, നിന്റെ ഏട്ടനും മടിയനാണ്. രണ്ടുപേരും ഈക്വൽ ഈക്വൽ. പക്ഷെ എന്നെ പറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ മടിച്ചാണ്. ഐ അക്സെപ്റ്റ്. നല്ല കുട്ടി, അക്സെപ്റ്റ് ചെയ്തു. അടുത്ത ചോദ്യം ഇതോ, എല്ലാ സീക്രട്ടും ഷെയർ ചെയ്യുമോ? നമ്മളുടെ ഉള്ളിൽ കേട്ടോ, നമ്മളുടെ ഉള്ളിൽ. യെസ്, ഞങ്ങളെല്ലാ സീക്രട്ടും ഷെയർ ചെയ്യും. യെസ്, ഞങ്ങളെല്ലാ സീക്രട്ടും ഷെയർ ചെയ്യും. അമ്മ സ്റ്റഡീസ് യെസ്. ഞാൻ പഠിക്കാൻ ഇത്തിരി ഉഴപ്പാണ്, ഭയങ്കര ഉഴപ്പാണ്. ഞാൻ എക്സാമിന് തലേന്ന് ഡാൻസ് ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്നിട്ടായിരിക്കും ഫുൾ ചാപ്റ്ററും കവർ ചെയ്യാൻ നോക്കുക. തല പുകഞ്ഞിട്ട് എക്സാം ഹോളിലേക്ക് പോകും. ഇങ്ങനെ കുറേ പേരുണ്ടാവും. അങ്ങനെയുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ എത്ര പേരുണ്ട് നമുക്ക് നോക്കാം. എന്നെ പോലെയാണ് എല്ലാവരും. ഞാൻ പ്രൂഫോടെ കാണിച്ചിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടോ? ഞങ്ങളുടെ ജനറേഷൻ അങ്ങനെ കട്ട് ചെയ്യാറില്ല, കാരണം ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലായിരിക്കും. ഞാനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കുട്ടി. എപ്പോഴും നീ കട്ട് ചെയ്യുന്നത് ക്ലാസ്സിൽ? പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ടീച്ചറിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ആനുവൽ അതൊക്കെ വരുമല്ലോ, സ്പോർട്സ് ഡേ. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് നിറയെ പേര് വിളിക്കുമല്ലോ, അനൗൺസ്മെൻ്റ് അല്ലാണ്ട് നിറയെ പേര് വന്ന് പറയും. അപ്പോൾ ഞങ്ങൾ അതിനാണ് പറഞ്ഞിട്ട് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. ഒരിച്ചിരി വർഷം പോയിട്ടുള്ളൂ. പിന്നെ എനിക്ക് പേടിയാണ്. നന്നായിരുന്നു. അയ്യോ, കുഴപ്പമില്ല. വാശിയുണ്ടോ? വാശിയുണ്ട്. വാശിയുണ്ട്, പക്ഷെ ഞാൻ വാശി സമ്മതിച്ചു കൊടുക്കാറില്ല. എൻ്റെ വാശി വാശി. അമ്മയ്ക്ക് വാശിയില്ല. അങ്ങനെ വാശിയുള്ള കൂട്ടത്തിലല്ല, പണ്ടും അങ്ങനെയൊന്നുമല്ല. അമ്മയ്ക്ക് വാശിയില്ല, എനിക്ക് വാശിയുണ്ട്. അയ്യോ, എവിടെ? അതെ, വേഗം ഇമോഷണൽ ആവുമോ? എനിക്കാവും. എനിക്ക് വേഗം ദേഷ്യം, സങ്കടം, സന്തോഷം ഒക്കെ കൂടെ വേഗം വരും. അടുത്ത ക്വസ്റ്റ്യൻ, തൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് അറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ ഭാഗത്ത് തെറ്റ് കെട്ടിവെച്ചിട്ടുണ്ടോ? ഇല്ല. തെറ്റ് ചെയ്താൽ ഞാൻ സോറി ചോദിക്കും. യെസ്, ചെയ്യാറുണ്ട്. 5th സ്റ്റാൻഡേർഡിലൊക്കെ ഉണ്ട്. കളിക്കുമ്പോൾ അങ്ങനെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ? എല്ലാം എൻ്റെ എത്താണല്ലോ മാ. ഇനി മൊത്തം ചീറ്റിംഗ് ആണ്, മൊത്തം പരിപാടി. ഓൺലൈൻ ക്ലാസ്സിലും ചീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഓൺലൈൻ ക്ലാസ് ഫുൾ ചീറ്റിംഗ് ആയിരുന്നു. ബുക്ക് വെച്ച് തുറന്നെടുക്കായിരുന്നു എഴുതുമായിരുന്നു. മലയാളം. അറിയാം. പിന്നെ
എക്സാം ക്ലാസ്സുള്ളപ്പോൾ പുറത്ത് പോയി നിൽക്കും. ടീച്ചർ ശിവാനി എന്ന് വിളിക്കുമ്പോൾ ഓടി വരും. മാം കൊണ്ട് ഓടി വരും. എനിക്കറിയാം. അപ്പം അറ്റൻഡൻസ് കിട്ടിയതുമായി കളിച്ചതുപോലും. അടുത്ത ചോദ്യം എന്താ? പെറ്റ് ലവർ ആണോ എന്ന് വെച്ചാൽ എനിക്ക് പെറ്റുകളെ പേടിയാണ്, ഞാൻ തൊടാറില്ല. അമ്മയ്ക്ക് പേടിയാണ്, തൊട്ടാറുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മയും ഞാനും കൂടെ സ്കൂട്ടിയിൽ വരുമ്പോൾ കനാൽ ഇവിടെ വരുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി, അത് ഞങ്ങളെ പപ്പിക്കുട്ടി, ഓക്കെ, അതിന് ഞങ്ങളെ ഫോളോ ചെയ്ത് വരുമ്പോൾ എനിക്ക് എന്തോ ടെൻഷനായി. എത്ര പേര് ദൂരം ഇത് വരുമോ, അയ്യോ പാവം, കാല് വേദനിക്കില്ലേ, കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഞാൻ എവിടെയാണോ കണ്ട് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ വേഗം വന്ന് കയറിയിട്ട് പോയത്. അത്ര സ്നേഹവും ഉണ്ട് എനിക്കൊരു പെറ്റിനോട്. ഓക്കെ, മെയിലായി ജനിക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അമ്മ പറയുമ്പോഴാണ് എനിക്ക് കറങ്ങി നടക്കാം. പെൺകുട്ടികളായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒതുങ്ങിയിട്ട് വളർന്നത്. ആൺകുട്ടികൾ ഭയങ്കരമായിട്ട് അടിച്ചു വിളിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് ആ കാലഘട്ടത്തിലൊക്കെ. അങ്ങനെ ആൺകുട്ടിയാണെങ്കിൽ അടിച്ചു വിളിച്ച് നടക്കായിരുന്നു. അതൊക്കെ തോന്നി. അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് അമ്മമ്മ എൻ്റെ അടുത്ത് പറയും, പെൺകുട്ടിയായ ഇത് ചെയ്യണം, പെൺകുട്ടിയായ അത് ചെയ്യണം, പെൺകുട്ടിയായ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല, പെൺകുട്ടിയായ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കാം ഒറ്റയ്ക്കൊന്നും ചെയ്തു ജനറേഷൻ അങ്ങനെയാണ്. അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു മെയിലായി ജനിക്കായിരുന്നു എന്ന് അപ്പോഴേ തോന്നിയിട്ടുള്ളൂ. അല്ലാത്തൊക്കെ എനിക്ക് പെണ്ണായിട്ട് ജനിക്കാൻ ഭയങ്കര പ്രൗഡ്. ഡു യു ലവ് ടു അന്നോയ് സം? മറ്റുള്ളവർ ദേഷ്യപ്പെടുത്തി ഇറിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടം. ഇറിറ്റേറ്റ് ചെയ്യണം. കുഞ്ഞു കുട്ടികളൊക്കെ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്ത് ഒരു ഫണ്ണായിട്ട് ചെയ്യാറുണ്ട്. അല്ലാതെ നോർമലി സീരിയസ് ആയിട്ട് ആരെയും ഇറിറ്റേറ്റ് ചെയ്യാറില്ല. ഞാൻ സീരിയസ് ആയിട്ടല്ലേ, എനിക്ക് ടൈം പാസിന് വേണ്ടിയിട്ട് ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് വെറുതെ ഏട്ടന് ഒരു ശോശി പറഞ്ഞുകൊണ്ടിരിക്കും. അടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഞാൻ പോയിട്ടുള്ള സീരിയസ് ആയിട്ട് മറ്റുള്ളവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് അവരെ ശല്യം. എന്നെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് എപ്പോഴും. ഒന്നും പറയാൻ പാടില്ല. ഓക്കെ, കൺക്ലൂഷൻ പറഞ്ഞാലോ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് മീനൂസ് ക്രേസി വേൾഡിന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലവ് യു ഫ്രം മീനൂസ്.